ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. രാവിലെ 2 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആദ്യത്തെ വിഷയം ധർമ്മം, രണ്ടാമത്തെ വിഷയം വരവും അനുഗ്രഹവും. ചില സമയം ഭൗതിക ലോകത്തിലുള്ളവർക്ക് വരങ്ങൾ കിട്ടും. ഒരുപാട് സമ്പത്തുണ്ട്, ധനമുണ്ടാകും, വിദ്യയുണ്ടാകും, അറിയപ്പെടുന്ന ആൾക്കാരായി പേരും പ്രശംസയും കിട്ടും. അങ്ങനെയൊക്കെ ഉയർന്ന നിലയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഭക്തന്മാർക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. അത് ചിലപ്പം ബാഹ്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലളിതമായി ലക്ഷ്മി ദേവി ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇത്രയും അനുഗ്രഹം, സഹായം ഇന്ദ്രന് ചെയ്തു. പക്ഷെ വാമനമൂർത്തി ഇന്ദ്രനെ സ്പർശിച്ചിട്ടില്ല. എവിടെയെങ്കിലും വാമനമൂർത്തി ഇന്ദ്രനെ തൊട്ടോ? ഇല്ല. എന്നാൽ മഹാബലി തലയിൽ കാലെടുത്ത് വച്ചു. ലക്ഷ്മി ദേവി പറയുന്നത്, യുഗങ്ങളും യുഗസംവത്സരങ്ങളുമായിട്ട് ഞാൻ ആ പാദത്തിനെ സേവിച്ചുകൊണ്ടേയിരിക്കും. ലക്ഷ്മി ദേവി സദാസമയം പാദം ഞാൻ ഇങ്ങനെ പാദസേവനം ചെയ്യുന്നു. പക്ഷെ ഇന്നാൾ വരെ ആ പാദം എൻ്റെ ശിരസിൽ താങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ആ ഭാഗ്യം ആർക്കാ കിട്ടിയത്? മഹാബലിക്കാ കിട്ടി. എത്രയും ഉയർന്ന ഒരു സ്ഥാനമാണ്. നമ്മുടെ ദാമോദര ലീല നമ്മൾ ഇത് ചെയ്യാറില്ലേ? അപ്പം അതിനകത്തൊരു ചെറിയ കഥയിനകത്തൊരു ഉൾക്കഥയുണ്ട്. ഈ 2 മരങ്ങൾ നമുക്കറിയാം, നലകുബേരനും മണിഗ്രീവനും. ഇവരെ ഭഗവാൻ ഒരു ഒരല് കെട്ടി വലിച്ചുകൊണ്ട് പോയിട്ട് അവരെ പിഴുതിട്ടു. ഭഗവാൻ വിചാരിച്ചാൽ ഗോവർദ്ധന പർവ്വതത്തിനെ പോലെ ഇത്രയും വലിയ പർവ്വതത്തിനെ തൻ്റെ ചെറുവിരലിൽ തൂക്കിപ്പിടിച്ച ഭഗവാന് ഈ 2 മരങ്ങളെ കൈകൊണ്ടോ കാലുകൊണ്ടോ ഇതിനെ തള്ളിയോ ഉന്തിയോ ഇടാലോ, അല്ലെങ്കിൽ പിഴുതിടാലോ. പക്ഷെ ഭഗവാൻ ആ 2 മരങ്ങളെ സ്പർശിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഒരലും കൊണ്ടുപോയി വലിച്ചിട്ടു എന്നല്ലാതെ ഭഗവാൻ ആ 2 മരങ്ങളെയും തൊട്ടിട്ടില്ല. അവിടെ പരമാചാര്യനായ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർജി അദ്ദേഹം വ്യാഖ്യാനം തരുന്നത്, നാരദർക്ക് നേരെ അപരാധം ചെയ്തുകൊണ്ട് ഭഗവാൻ അവരെ സ്പർശിച്ചില്ല. മോക്ഷം കൊടുത്തുവെങ്കിലും ഭഗവാൻ സ്പർശിച്ചില്ല.
അവർ രണ്ടുപേരും ആർക്ക് നേരെയാണ് അപരാധം ചെയ്തത്? നാരദ മഹർഷിക്ക് നേരെ. നാരദ മഹർഷി എടുത്ത് ധിക്കാരത്തോട് സംസാരിച്ചു അവർ രണ്ടുപേരും. ആ ഒരു അപരാധം ചെയ്തത് കൊണ്ട് ഭഗവാൻ അവരെ തൊട്ടില്ല. ഈ ഒരലും വലിച്ചോണ്ട് പോയിട്ട് അവരെ പിഴുതിട്ടു. ആ ഒരല് ചോദിച്ചത്ര, വെറുതെ ഇരുന്ന് എനിക്ക് കള്ളൻ്റെ പേരും തന്നു. കാരണം യശോദാദേവി വഴക്ക്, യശോദാദേവിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഭഗവാനെ ഒരുപാട് വഴക്ക് പറയും. അപ്പൊ ഭഗവാൻ കരയും. ഭഗവാൻ കരയുമ്പോൾ യശോദ ഇരുന്ന് കരയും. ഒരു വ്യത്യസ്തമായ സ്നേഹമാണ്. കൃഷ്ണനെ ആദ്യം വഴക്ക് പറയും, അപ്പൊ കൃഷ്ണൻ കരയും. കരയുമ്പോൾ യശോദ എന്ത് ചെയ്യും? കൂടെ ഇരുന്ന് കരയും. അപ്പൊ യശോദാദേവി ഒരലിൻ്റെ അടുത്ത് പറഞ്ഞത്, നീയും കൃഷ്ണനും കൂടെ രണ്ട് കള്ളന്മാരും ഒരുമിച്ച് ചേർന്നാണ് ഈ മൺകലമൊക്കെ ഇതൊക്കെ താഴെ ഇട്ട് പൊട്ടിച്ച് വെണ്ണയെല്ലാം കളഞ്ഞ്. ആ വഴക്ക് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ യശോദാദേവി ഒരു വാക്ക് പറഞ്ഞു, നീ ഉള്ളത് കൊണ്ടാണ് കൃഷ്ണൻ ഈ കള്ളത്തരം ചെയ്തത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കല ഒന്നും എത്തൂല്ല, ഇത്രയും ബഹളമൊന്നും ഉണ്ടാക്കൂല, ഈ കള്ളത്തരം ഒന്നും കാണിക്കില്ല. അപ്പൊ ഈ കള്ളത്തരത്തിന് കാരണക്കാരൻ ആരായി? ഒരല് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പൊ എനിക്ക് കള്ളന്റെ പേരും കിട്ടി, ഈ മോഷണത്തിന് കാരണക്കാരനും ഞാനായി. അങ്ങനെ കൃഷ്ണനെ രണ്ട് കള്ളന്മാരെ ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് യശോദാദേവി രണ്ടിനെയും പിടിച്ച് കെട്ടിവെച്ചു. അപ്പൊ കൃഷ്ണ ഭഗവാൻ ഒരലും വലിച്ച് 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 രണ്ട് മരങ്ങളുടെ ഇടയിൽ ചെന്ന് പിഴുതിട്ടു. ആ ഭയാനകമായ മരങ്ങൾ താഴെ വീഴുന്ന ശബ്ദവും കേട്ട് വ്രജവാസികളും ഗോപികമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും യശോദാദേവിയെ വഴക്ക് പറയാൻ തുടങ്ങി. ഒരു പാല്, ഈ കുട്ടി എത്ര പാല് കുടിക്കാൻ? അങ്ങനെ കുറച്ച് വെണ്ണയൊക്കെ, ഇത് കുഞ്ഞുങ്ങൾ, ഏത് കുഞ്ഞുങ്ങളാ കുസൃതി ചെയ്യാത്തത്? ഭൂമിയിൽ ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും അമ്മയുണ്ടോ ഇങ്ങനെയൊക്കെ പിടിച്ച് കെട്ടിവെക്കാന്ന് പറഞ്ഞ് കഥ അങ്ങനെ കംപ്ലീറ്റ്ലി മാറി. മുഴുവൻ വ്രജവാസികളും ആരെ വഴക്ക് പറയാൻ തുടങ്ങി? യശോദാദേവിയും വിചാരിച്ചു, ഞാൻ ക്രൂരയായി പോയല്ലോ. ഒരു കുഞ്ഞിപ്പോ, ഇതിപ്പോ എല്ലാ കുട്ടികളും ചെയ്യുന്നതല്ലേ, ഇതിനൊക്കെ ആരെങ്കിലും പിടിച്ച് മരത്തിൽ കെട്ടിവെക്കോ അല്ലെങ്കിൽ ഒരലി പിടിച്ച് കെട്ടിവെക്കോ? കഥ ഫുള്ളും അങ്ങ് തീർന്നു. അന്ന് നന്ദഗോപർ അന്നേ ദിവസം കംസന് ഇവർ മാസാമാസം പൈസ കൊടുക്കണം. ഈ രാജാക്കൻ ചക്രവർത്തിമാർക്ക് ഈ സാധാരണക്കാരുടെ എല്ലാ മാസവും ഈ ടാക്സ് അടയ്ക്കണം. അതിനെന്താ പറയാ? കപ്പം, ചുങ്കം. ഇത് തന്നെയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ മാസവും ഈ ചുങ്കം, കപ്പം കെട്ടാൻ പോണം. അന്നേ ദിവസം മഥുരാപുരിയിലേക്ക് പോയിരിക്കുക നന്ദഗോപര് മാസാമാസമുള്ള വരിപ്പണം അടയ്ക്കാനായിട്ട്. അപ്പോഴാ ഇത്രയും ബഹളം സംഭവിക്കുന്നത്. ഈ രണ്ട് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ നന്ദഗോപർ കുഞ്ഞായുള്ള കാലത്തെ കണ്ടതാ. അദ്ദേഹം കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുത്തശ്ശനും മുതുമുത്തശ്ശന്റെ കാലത്തും ഈ മരങ്ങൾ നിൽക്കുന്നു. ഭയാനകമായ രണ്ട് മരങ്ങൾ. വ്രജവാസികൾ പറയാൻ തുടങ്ങി, വലിയ ഭാഗ്യം, നരസിംഹം നാരായണൻ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചു. ഈ നാരായണ പിടിച്ച് വലിച്ചെന്ന് അവർക്കറിയില്ല. നാരായണൻ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചു. ഈ മരം വല്ലം കുഞ്ഞിന്റെ മേലെ വീണിരുന്നെങ്കിലോ? യശോദാദേവിക്ക് അത്രയ്ക്കും ഇതാ എല്ലാവരും അങ്ങോട്ട് വഴക്കായി. നന്ദഗോപരും വന്ന് ദേഷ്യത്തിൽ രണ്ട് വഴക്ക് കൊടുത്തു. ആർക്ക്? യശോദാദേവിക്ക്. എല്ലാവരും അങ്ങോട്ട് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് നന്ദഗോപർ ആ കയറൊക്കെ, ബലരാമൻ ആ കയറ് അഴിക്കാൻ ശ്രമിച്ചു. ബലരാമസ്വാമിക്ക് പോലും ആ കയറ് അഴിക്കാൻ പറ്റിയില്ല. അപ്പൊ നന്ദഗോപർ ഓടി വന്ന് ആ കയറെല്ലാം അഴിച്ച് കുഞ്ഞിനെയൊക്കെ എടുത്ത് എല്ലാം പോയി. നടുമുറ്റത്ത് ഒരല്. വെറുതെ ഇരുന്ന് എനിക്ക് കള്ളന്റെ പേരും കിട്ടി. ഈ കള്ളത്തരത്തിന് കാരണം ഞാനായി. ശരി, കൃഷ്ണനാണല്ലോ വലിച്ചോണ്ട് പോകുന്നത് മിണ്ടാതെ കൂടെ വന്നപ്പോ എന്നെ ഇവിടെ നടുവഴിയിലിട്ടിട്ട് കൃഷ്ണനും പോയി. ഒരല ഒരു ധർമ്മസങ്കടത്തിലായി. അപ്പൊ അവിടെ വിശ്വനാഥ ചക്രവർത്തി സ്വാമികൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരല എങ്ങനെയാണോ ഒരു അക്ഷരം മിണ്ടാതെ കൃഷ്ണ ഭഗവാന്റെ പുറകെ പോയത്, കല്ലിലും മുള്ളിലും മുറ്റത്തും വലിച്ച സ്ഥലത്തെല്ലാം പോയത്, അതുപോലെ ആയിരിക്കണം ഒരു ഭക്തനും ഭഗവാൻ വലിച്ചതിനൊക്കെ കൂടെ അങ്ങ് പോണം. ജപിക്കാൻ പറഞ്ഞ ഇന്നലെ ഞാൻ 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ, അതുകൊണ്ട് രാവിലെ പറ്റൂല, അങ്ങനെയൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ഒരല് വലിച്ചതിൻ്റെ കൂടെ എല്ലാം പോയി. അങ്ങനെ ഒരു നിസ്വാർത്ഥ സേവനം ഈ ഒരല് ചെയ്തത് കൊണ്ട് ഭഗവാൻ ഒരലിനെ അനുഗ്രഹിച്ചു. ഈ ദാമോദര ലീല എപ്പോഴൊക്കെ ജനങ്ങൾ ഓർക്കുവോ
എന്നോട് ചേർത്ത് നിന്നെയും ഓർക്കും. ആര്? ഒരലിനെ. അപ്പൊ ദാമോദര ലീലയിൽ നമ്മൾ പൂജിക്കുമ്പോ, പൂജ ചെയ്യുമ്പോ ആ പിക്ചറിൽ ആരുണ്ട്? ഒരലിനും കൂടെ ഉണ്ട്. അതാണ് ആചാര്യന്മാർ ആ പാട്ട് ലാസ്റ്റ് പദ്യത്തിൽ പറയുന്നത്. നമസ്തേ അതെന്താണ്? അതല്ലേ? സ്ഫുരതി വിശ്വാസ്യധാമി നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം. ഭഗവാന് പ്രണാമം. കവി പാടാം. ഭഗവാന് എൻ്റെ പ്രണാമം. ഭഗവാന്റെ വയറ്റിന് പ്രത്യേകം പ്രണാമം. വയറിൽ കെട്ടിയിരിക്കുന്ന കയറിനൊരു പ്രണാമം. കയറിൻ്റെ അറ്റത്തുള്ള ഒരലിനും പ്രണാമം. ഈ ലീലയിൽ പങ്കെടുക്കാതെ അദൃശ്യമായിരിക്കുന്ന രാധാറാണിക്കും പ്രണാമം. അപ്പൊ ഭഗവാനെ പ്രാർത്ഥിച്ചതിന്റെ കൂട്ടത്തിൽ ആർക്കൊക്കെ പ്രണാമം? കയറിനും ഒരലിനും എല്ലാവർക്കും. അപ്പൊ എങ്ങനെയാണോ ഭഗവാന്റെ ഹിതമനുസരിച്ച് ആ ഒരല് പോയത്, അപ്പൊ ആ ഒരലിനും അനുഗ്രഹം കിട്ടി. അതുപോലെ ഈ മഹാബലി ചക്രവർത്തിക്കും വാമനമൂർത്തിക്കും നടന്ന ലീലയിൽ ഇന്ദ്രനെ ബാഹ്യമായി അനുഗ്രഹിച്ചതുപോലെ തോന്നിയെങ്കിലും ഇന്ദ്രനെ അല്ല അനുഗ്രഹിച്ചത്, മഹാബലി ചക്രവർത്തിയാണ്. അപ്പൊ മഹാബലിയെ സ്പർശിച്ചു, ഇന്ദ്രനെ തൊട്ടില്ല. മുഴുവൻ ലീലയിലും ഭഗവാൻ ഇന്ദ്രനെ തൊട്ടില്ല. ആരെയാ പാദം കൊണ്ട് അനുഗ്രഹിച്ചത്? മഹാബലി. അതുകൊണ്ട് ലക്ഷ്മി ദേവി പറയുന്നു, ആ പാദസ്പർശനം എൻ്റെ ശിരസിലാകണം എന്ന് വിചാരിച്ച് എത്രയോ യുഗങ്ങളായി ഞാൻ സേവനം ചെയ്യുന്നു, ഇന്ന് വരെ ആ പാദം എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. എന്ത് അഹോഭാഗ്യം, എന്ത് ഭാഗ്യമാണ് ഈ മഹാബലി ചെയ്തത്. ഭഗവാൻ സ്വയം അങ്ങോട്ട് തൻ്റെ പാദം എടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭൗതികമായ ആൾക്കാരെടുത്ത് മത്സരിക്കാനോ കമ്പയർ ചെയ്യാനോ പോകേണ്ട കാര്യമില്ല. അവർക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടുന്നത് പോലെ തോന്നും. അങ്ങനെ അഥവാ കിട്ടിയാലും അതെല്ലാം ഇന്ദ്രന് കിട്ടിയ അനുഗ്രഹങ്ങളെ പോലെയാണ്. നമുക്ക് ചിലത് ബാഹ്യമായി നഷ്ടപ്പെടുമെന്ന് തോന്നിയാലും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ആർക്ക് കിട്ടുന്നത് പോലെയാണ്? മഹാബലി ചക്രവർത്തിക്ക്. ഒരു സാക്രിഫൈസിങ്ങിൽ ഒരു സുഖമുണ്ട്, ഒരു ത്യാഗത്തിൽ ഒരു സുഖമുണ്ട്, ഒരു സേവനത്തിൽ ഒരു സുഖമുണ്ട്. ഒരു വ്യത്യസ്തമായ സുഖമാണ് കൃഷ്ണഭക്തന്മാർ അനുഭവിക്കുന്നത്. അതായത് ഈ ചിലപ്പം ഈ എന്താ പറയുക, ഈ ഇന്ത്യയിൽ ബോംബെയിൽ ചെന്നൈയിലൊക്കെ മറ്റേ സബർബൺ ട്രെയിൻസ് ഇല്ലേ, മറ്റേ ട്രെയിൻ, ലോക്കൽ ട്രെയിൻ, അതിൽ കയറാൻ പറ്റില്ല. അതിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ടാകാം. ചെന്നൈക്കാർക്ക് കാണും, അല്ലാത്തവർക്ക് നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എസ് പോലെ വൈ പോലെയൊക്കെ വളഞ്ഞൊക്കെ ചിലപ്പോൾ ഒരു കാല് താഴെ ഒരു കാല് ഇന്നൊരാളുടെ പുറത്ത്. അത് ആ ട്രെയിനിനെ നോക്കി തിരിഞ്ഞ് നിന്നാൽ മതി, നമ്മളവർ അകത്താക്കി പോകും. ഇറങ്ങണമെങ്കിൽ തിരിഞ്ഞ് ഓപ്പോസിറ്റ് നിന്നാൽ അവർ പുറത്താക്കി പോകും. അതൊരു വല്ലാത്ത ട്രെയിനാണ്. അത് കാണുന്നതും ഒരു സുഖമാണ്. പകുതി ആൾക്കാർ തൂങ്ങിയിരിക്കും ട്രെയിനിൻ്റെ പുറത്ത്. ഈ ട്രെയിന് പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും, പാട്ട് ഒരു മ്യൂസിക് പോലെ, എല്ലാവരും അകത്ത് പോയി വീണ്ടും പുറത്ത് വരും. വല്ലാത്ത ശാപം. റൈറ്റ്? അങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരു ട്രെയിനിൽ കയറി എങ്ങനെയെങ്കിലും ഇരിക്കാൻ ഒരു സ്ഥലം, നേരെ നിൽക്കാൻ പോലും സ്ഥലമില്ല, ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടി അങ്ങനെ നോക്കി കാലൊക്കെ മുട്ടും നരമ്പും എല്ലാം വേദനിക്കാം. അപ്പോൾ ഒരു സീറ്റിൻ്റെ ഒരു സൈഡിൽ അല്പം സ്ഥലം കിട്ടും, അയാൾ ചെന്ന് ഇരുന്നു. അപ്പോൾ ഒരു സുഖം അവൻ അനുഭവിച്ചല്ലോ. ബാക്കി എല്ലാവരും നിൽക്കുന്നു, ഒരു സുഖം അനുഭവിച്ച അല്ലേ. അപ്പം നോക്കിയപ്പം ഒരു ഗർഭിണിയായ സ്ത്രീ അവിടെ അടുത്ത് വന്ന് നിൽക്കാം. പാവം, അത് മുഖമെല്ലാം വിളറിപ്പോയി, അതങ്ങനെ നിൽക്കുന്നു. അപ്പം ഇവൻ എന്ത് ചെയ്തു? എണീറ്റ് ആ സ്ത്രീക്ക് സ്ഥലം കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇനിയൊരു സുഖം അവൻ അനുഭവിച്ചുള്ളിൽ. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? അതാണ് ആധ്യാത്മിക സുഖം. അവൻ്റെ ശരീരം വേദനിക്കുന്നു, അവനും ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്, എന്നിരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് അവനൊരു സഹായം, അപ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല ഉള്ളിൽ. ഒരു കിരീടമൊക്കെ വെച്ചപോലെ ഞാനൊരാൾ സഹായം അല്ലേ. അതാണ് നമുക്ക് കിട്ടുന്ന ആധ്യാത്മിക സുഖം. ആദ്യം സ്ഥലമില്ലാതെ സീറ്റ് കിട്ടിയപ്പോൾ അനുഭവിച്ചത് ലൗകിക സുഖം.
എനിക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തതുപോലെ എനിക്ക് വീടുണ്ട്, പണമുണ്ട്, സ്വർണമുണ്ട്, മറ്റുള്ളവരെക്കാളും ഉയർന്ന സ്ഥാനത്താണ്. അതെല്ലാം ഭൗതിക സുഖം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മഹാബലി അനുഭവിച്ചത് അത്രയും സുഖങ്ങളുടെ ഇടയിൽ അവനൊരു സ്ഥാനം കിട്ടിയിട്ട് അവൻ അതിനെ ത്യാഗം ചെയ്തപ്പോൾ അനുഭവിച്ച ഒരു അനുഭൂതി. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു പ്രത്യേക രീതിയിലാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ഭക്തജനങ്ങളെ. ചിലപ്പം അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഇന്നും അത്തരം ലീലകൾ നടക്കുന്നുണ്ട്, ഇന്നും അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലം വളരെ നമുക്ക് നമ്മുടെ ഓൺലൈനിലുള്ള ഒരു ഭക്ത പറഞ്ഞതാണ്. ഈ ഒരു അടുത്ത സമീപകാലത്ത് നടന്ന ഒരു കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും അങ്ങനത്തെ ചില പ്രത്യേകതകൾ നാട്ടിലുണ്ട്. ഒറ്റയ്ക്ക് പോയാൽ മുറി തരത്തില്ല. ഗുരുവായൂരിൽ ഇപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് റൂം ചോദിച്ചാൽ എവിടെ ഒരു ഹോട്ടലിൽ റൂം തരില്ല. അറിയാമോ അത്? ആരോ തൂങ്ങി ചത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റൂമിൽ പോകുന്നവരെല്ലാം ആത്മഹത്യക്ക് ചെയ്യാൻ വന്നവരെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ റൂം കിട്ടില്ല. ഇതൊരു നടന്ന സംഭവം, ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം. ഒരു 40-45 വയസ്സുള്ള ഒരു സ്ത്രീ ഗുരുവായൂരിലെത്തി. നേരത്തെ എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ട്രാഫിക്കും അതും ഇതും കാലതാമസം, റോഡ് ശരിയില്ല. ഏകദേശം ഒരു 8-8:30 മണിക്ക് എത്തി. അവർ വിചാരിച്ച് ഇവിടെ എവിടെയെങ്കിലും മുറിയെടുത്ത് താമസിച്ച് രാവിലെ നിർമ്മാല്യമൊക്കെ തൊഴുതിട്ട് പോവാം. കയറി ഇറങ്ങാൻ തുടങ്ങി. ഒരു ഹോട്ടൽ ബാക്കിയില്ല. 8 മണി മുതൽ രാത്രി 10-11 വരെ നടന്നു. ആരും മുറി തരാം. അവർ മടുത്തു. അവർ ID കാർഡ് കൊടുക്കാൻ നല്ല ജോലിയൊക്കെ ഉള്ള സ്ത്രീയാ. ഒരു വിധത്തിൽ ആരും റൂം തരുന്നില്ല. അവസാനം ഒരു ഹോട്ടൽ നോക്കിയിട്ട് മനസ്സിൽ വിചാരിച്ച് ഇവിടെയും കൂടെ ഞാൻ പോയി ചോദിക്കും, തന്നാൽ ഓക്കെ, തന്നില്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും മണ്ഡപത്തിൽ എവിടെയെങ്കിലും മുറ്റത്ത് കിടന്നിട്ട് രാവിലെ കുളത്തി കുളിച്ച് ഞാൻ ദർശനം. അങ്ങ് മനസ്സിൽ തീരുമാനിച്ചു. ചെന്ന് ആ റിസപ്ഷനിൽ മാനേജർ എടുത്ത് പറഞ്ഞു. അയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല. ID കാർഡും വാങ്ങിച്ച് രജിസ്റ്ററിൽ എഴുതി റൂമും കൊടുത്തു. അവർക്ക് അത്ഭുതം തോന്നും. ഇത്ര നേരം നിഷേധിച്ച് ഇവിടെ ഒന്നും ചോദിച്ചില്ല. സന്തോഷത്തോടെ അവർ ഭഗവാന് നന്ദിയും പറഞ്ഞ് അകത്ത് ചെന്ന് കിടന്നുറങ്ങി. രാവിലെ കുളിച്ച് എണീറ്റ് എല്ലാം നിർമ്മാലയവും തൊഴുത് എല്ലാം കഴിഞ്ഞ് 10-11 മണിക്ക് ബാഗും എടുത്തിട്ട് ഇറങ്ങുകയും ചെയ്തു. പോകുമ്പോൾ മാനേജറുടെ കയ്യിൽ താക്കോല് തിരിച്ചു കൊടുത്തു. മാനേജർ ചോദിച്ചു, മോൻ എവിടെ പോയി? ഇവർ പറഞ്ഞു, ഏത് മോൻ? അല്ല, ഇന്നലെ രാത്രി കൂടെ മോൻ ഉണ്ടായിരുന്നല്ലോ. അവർ പറഞ്ഞു, അല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക് റൂം എടുക്കാൻ വന്നത് തന്നെ. എല്ലാ സ്ഥലത്തും ചോദിച്ചു, നിങ്ങളാണ് എനിക്ക് റൂം. കൂടെ മോനുണ്ടായി. രാവിലെ നിർമ്മാലയത്തിൽ പോയപ്പോൾ കൂടെ വന്നത് ഞാനല്ലേ കണ്ടത്. ആ മാനേജർ മാത്രം ആരെ കണ്ടിരിക്കുന്നു? കൂടെ വേറെ ഒരാളെയും കൂടെ, ഒരു കുട്ടിയെയും കൂടെ കണ്ടിരിക്കുന്നു. അപ്പൊ മാനേജർ വിചാരിച്ച അമ്മയും മോനും 2 പേരും എന്നും പറഞ്ഞ് റൂമും കൊടുത്തു. റൈറ്റ്? ഇത് ഈ സമീപകാലത്ത് നടന്നതാണ്. ഇത് ആ ലേഡി പറയുമ്പോൾ അവർ കണ്ണീന്ന് വെള്ളം, അവർക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഭഗവാൻ ഇന്നും ലീലകളാടുന്നുണ്ട്. ഭക്തജനങ്ങളെ ചിലരെ നേരിട്ടങ്ങ് അനുഗ്രഹിക്കും, ചിലരെ അല്ലാത്ത രീതിയിലൊക്കെ അനുഗ്രഹിക്കും. നമ്മൾ കറക്റ്റ് ടൈമിന് പോകുമ്പോൾ കൃഷ്ണ ബസ് വരും. ഉച്ചയ്ക്ക് ചപ്പാത്തി കിട്ടും. ചിലപ്പം ബാലിശ്യമായ ചില ആഗ്രഹങ്ങൾ അതെല്ലാം ടക്ക് 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 എന്നൊക്കെ നടക്കും. ഭഗവാൻ, അതായത് ഒരു വലിയ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു ഗുരു, അദ്ദേഹത്തിന് എയർപോർട്ടിൽ ഒരു ഓഫീസർ ചോദിക്കുക, ഹരേ കൃഷ്ണ, എയർപോർട്ടിൽ ഒരു ഓഫീസർ ചോദിക്കുക, നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ ഭഗവാനെ കണ്ടിട്ടില്ല. പക്ഷേ ഭഗവാന്റെ 2 കൈകളും എന്നെ സംരക്ഷിക്കുന്നത് ഞാൻ ദിനവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഭഗവാന്റെ 2 കൈകൾ എന്നെ നിരന്തരം സംരക്ഷിക്കുന്നത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നേരിട്ട് കാണുമെന്ന വിശ്വാസവുമുണ്ട്. ആ മഹാരാജ് ഇപ്പൊ സമാധിയായിപ്പോയി. ആഫ്രിക്കയിൽ പ്രചാരം നടത്തുന്ന കൃഷ്ണദാസ് സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ ഭഗവാനെ കണ്ടിട്ടില്ല, പക്ഷെ ഭഗവാന്റെ 2 കൈകളും എന്നെ ദിവസം സംരക്ഷിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ട്. നമുക്കും അതുപോലെ നമ്മളെ നിരന്തരം ഭഗവാൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ അത് മനസ്സിലാകും, ചിലപ്പം നമുക്കത് മനസ്സിലാവില്ല. പലപ്പോഴും അതിനെ നമ്മൾ നിസാരമായി എടുക്കും. അപ്പോൾ നമ്മൾ രാവിലത്തെ വിഷയം എന്തായിരുന്നു?
ധർമ്മം, അത് കഴിഞ്ഞ് അടുത്തത് വരങ്ങളും അനുഗ്രഹവും. എങ്ങനെ ഭഗവാൻ വാമനമൂർത്തി വന്നിട്ട് ഇന്ദ്രന് വരങ്ങൾ കൊടുത്തു, പക്ഷേ മഹാബലി ചക്രവർത്തിക്ക്. അപ്പോ അടുത്തത് നമ്മൾ ഇനി ഉച്ചയ്ക്കും തുടരാൻ പോകുന്ന വിഷയം സേവനം എന്നുള്ളതാണ്. നമുക്കും ഭഗവാനും ആ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു ബന്ധത്തിനെ മധുരമാക്കുന്നത് സേവനങ്ങളാണ്. ആ സേവനമാണ്, ആ സേവനത്തിൻ്റെ മൂർത്തിമത് ഭാവം അല്ലെങ്കിൽ പ്രൈമറി സോഴ്സാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ അർത്ഥവും എന്താണ്? ഭഗവാനെ എനിക്ക് സേവനം താ. ആ ഇടപെടലിൽ കൂടെയാണ് ഭഗവാൻ സൂര്യനെ കാണുമ്പോൾ താമരപുഷ്പം വിടരുന്നത് പോലെ ഈ സേവനം, ആ സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനോഭാവം, ആ സേവനത്തിനെ സമീപിക്കുന്ന ഇതിൽ കൂടെ എങ്ങനെ താമരപ്പൂ വിടരുമോ അതുപോലെ ഭഗവാന്റെ സാക്ഷാത്കാരവും ദർശനവും നമുക്കുണ്ടാകും. ഇത് ഏത് മനോഭാവത്തിൽ സേവനങ്ങൾ ചെയ്യുന്നു, എത്ര സന്തോഷത്തിൽ ചെയ്യുന്നു, എത്രമാത്രം ഉണർന്ന് ആ സേവനം ഭക്തന്മാർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ രാമായണത്തില് ലക്ഷ്മണ വളരെ എല്ലാവർക്കും അറിയാവുന്ന അതിമനോഹരമായ ഒരു കഥാപാത്രമാണ് ആര്? ലക്ഷ്മണ. ആ പേരിന്റെ അർത്ഥം ലക്ഷ്മണ എന്ന രാമ എല്ലാവർക്കും അറിയാം. എന്താണ്? രമയന്തി, എല്ലാവർക്കും സന്തോഷം പകരുന്നത്. രമയന്തി രാമ. ലക്ഷ്മണ എന്ന പദത്തിന്റെ അർത്ഥം ലക്ഷ്മി ദേവിയുടെ പാത പിന്തുടരുന്നവൻ എന്നാണ്. അതാണ് ലക്ഷ്മണ. ലക്ഷ്മിയെ പിന്തുടരുക. ലക്ഷ്മി എങ്ങനെയാണ് ലക്ഷ്മണൻ പിന്തുടരുന്നത്? പാദസേവനം. ലക്ഷ്മി ദേവി ഭഗവാനോട് ചെയ്യുന്ന പാദസേവനം. ലക്ഷ്മി ദേവി ദിവസവും നാരായണന് പാദസേവനം ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 325 രൂപ പെർ ഡേ കിട്ടുമോ? ഒന്നുമില്ല, ഇല്ലേ? അതാണ് ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുന്നത്. മഹാബലിയുടെ തലയിൽ ഭഗവാൻ പാദം എടുത്തു വെച്ചു, ഇന്ന് വരെ എനിക്ക് കിട്ടിയില്ല. തുളസി ദേവിക്ക് കിട്ടിയ അനുഗ്രഹം പോലും എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ഭഗവാന്റെ പാദസേവനം ചെയ്യാം. പക്ഷെ ഭഗവാൻ ഓരോ അവതാരം എടുത്തു പോകുമ്പോൾ എന്നെ വിട്ടിട്ട് അങ്ങ് പോകും, ഇല്ലേ? നരസിംഹമായിട്ട് പോകുമ്പോഴും വരാഹമായിട്ടൊക്കെ പോകുമ്പോൾ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടായിരുന്നോ? അങ്ങ് ഓരോ അവതാരം എടുക്കുമ്പോൾ ഭഗവാൻ അങ്ങ് പോകുമ്പോൾ എന്നെ വിട്ടിട്ട് പോകും. പക്ഷേ എങ്ങനെ ഏത് അവതാരം എവിടെ പോയാലും പാദത്തിൽ കൂടെ എപ്പോഴും ആരുണ്ടാകും? തുളസി. ആ തുളസിക്ക് കിട്ടിയ അനുഗ്രഹം പോലും എനിക്ക് കിട്ടിയില്ല എന്ന് ലക്ഷ്മി ദേവി പോലും തുളസി എടുത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ പാത പിന്തുടരുന്ന ഒരു മഹത് വ്യക്തിയാണ് ലക്ഷ്മണൻ. കാരണം ലക്ഷ്മണനെ ആരും തന്നെ കാട്ടിൽ പോകാൻ പറഞ്ഞില്ല. ലക്ഷ്മണനെ ആരെങ്കിലും വനത്തിൽ 14 വർഷം പോകാൻ പറഞ്ഞോ? രാമനെയാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് കേൾക്കാനൊന്നും നിന്നില്ല കൂടെ. ശ്രീരാമചന്ദ്രമൂർത്തി ഇറങ്ങണ മുമ്പേ ബാഗ് എടുത്തിട്ട് അങ്ങ് ഫ്രണ്ടിൽ ഇറങ്ങി. ആര്? ലക്ഷ്മണൻ. ശ്രീരാമചന്ദ്രമൂർത്തി കർശനമായി പറഞ്ഞു ലക്ഷ്മണന്റെ അടുത്ത്, നീ എൻ്റെ കൂടെ വരാൻ പാടില്ല. കാരണം 3 അമ്മമാരുണ്ട്, വയസ്സായവർ. അച്ഛൻ്റെ മാനസികാവസ്ഥ ശരിയില്ല, വിഷമത്തിലാണ് അച്ഛൻ കഴിയുന്നത്. ഭരതനും ഇപ്പോൾ രാജ്യത്തിലില്ല. അപ്പൊ രാജ്യത്തിൽ ഒരാൾ നോക്കാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് കർശനമായി പറഞ്ഞു, ലക്ഷ്മണ നീ എൻ്റെ കൂടെ വരരുത്. പറഞ്ഞു തീരുമ്പോ ആളങ്ങ് ഫ്രണ്ടിൽ ഇറങ്ങി. സീതാദേവി എടുത്തും ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ വരരുത് എന്ന് പറഞ്ഞുവെങ്കിലും അതിൻ്റെ അർത്ഥം ഉള്ളില് വന്നാൽ നന്നായിരിക്കും എന്നാണ്. ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവി എടുത്ത് പറഞ്ഞത്, സീത നീ പൂക്കളെക്കാളും മൃദുലമായ ദേഹമുള്ള രാജകുമാരി. വനങ്ങൾ എന്താണെന്നും വന്യമൃഗങ്ങൾ എന്താണെന്നും കൊടും എന്താ പറയാ തണുപ്പും ഇതൊന്നും നീ അനുഭവിച്ചിട്ടില്ല. ഈ മൃദുലമായ ദേഹം അതിന് താങ്ങില്ല. അതുകൊണ്ട് ജാനകി നീ വരരുത്. വളരെ മയത്തോട് സ്നേഹത്തോട് പറയാം. പക്ഷെ സീതാദേവി അതിൻ്റെ ഉള്ളർത്ഥം പിടിച്ചെടുത്തു. എന്താണ് അതിൻ്റെ ഉള്ളർത്ഥം? ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞ വന്നാ കൊള്ളാമെന്നുണ്ടായി. വരരുത് എന്ന് വാക്കുകൾ കൊണ്ട് പറയുമെങ്കിലും ഇല്ലേ, ഇപ്പൊ ചില വീട്ടിലൊക്കെ വളരെ അടുപ്പമുള്ളവർക്ക് ഗൃഹനാഥൻ പറയണമെന്നില്ല, മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അമ്മ പറയും മക്കൾ ഇപ്പൊ പോണ്ട, ഇപ്പൊ അച്ഛൻ്റെ മൂഡ് ശരിയില്ല, പിന്നെ സംസാരിക്കാം. അവിടെ സംഭാഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. മുഖ ലക്ഷണം ഭാവം കാണുമ്പോൾ തന്നെ പലതും മനസ്സിലാവും. അപ്പോ സീതാദേവിക്ക് മനസ്സിലായി എന്നെ കൂടെ വന്നാൽ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇഷ്ടമാണ്, ഉടനെ തയ്യാറായി. പക്ഷെ ലക്ഷ്മണന്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ കൊണ്ടും വരണ്ട എന്നാണ് അർത്ഥം, ഹൃദയം കൊണ്ടും വരണ്ട എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ലക്ഷ്മണൻ എന്ത് ചെയ്തു? ബാഗ് കൊടുത്ത് അങ്ങ് ഫ്രണ്ടിൽ ഇറങ്ങി. ആരും പറഞ്ഞില്ല ലക്ഷ്മണനെ പോകാൻ. ആരെടുത്തും വെളിപ്പെടുത്തിയുമില്ല ലക്ഷ്മണൻ ഇങ്ങനെ ഒരു ത്യാഗം അനുഷ്ഠിക്കുന്നത്. 14 വർഷം ഉറങ്ങിയിട്ടുമില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല. ഈ ഒരു ത്യാഗം ലക്ഷ്മണൻ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പൊ നമ്മളാണ് ഏകാദശിക്ക് ഇഡ്ഡലി കഴിക്കും, നാട് മൊത്തം അറിയിച്ചിരിക്കുന്നു. ഏകാദശിക്ക് ഞാൻ അതിപ്പല്ല, 12 വർഷമായിട്ട് ഞാൻ മാതാജി ഒരു ഏകാദശി പോലും മുടക്കിയിട്ടില്ല. അതിലെന്തൊരു അഭിമാനം അല്ലേ? നമ്മളൊരു ത്യാഗം ചെയ്താൽ നമുക്കതിൽ ഭയങ്കര അഭിമാനമാണ്. 14 കൊല്ലം വനവാസത്തിൽ ലക്ഷ്മണൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. വലിയ ത്യാഗം. പക്ഷെ കൂടെ ഇരുന്നവർ അറിഞ്ഞില്ല. യഥാർത്ഥ സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ പരസ്യമില്ലാതെ ചെയ്യുന്നതാണ് യഥാർത്ഥ ത്യാഗം. അത് മഹാഭാരതത്തില് അവസാനം യുധിഷ്ഠിരൻ വടക്കോട്ട് ബദ്രികാശ്രമത്തിൽ പോകുമ്പോൾ ഒരു ദിവസം ഭീമസേനൻ ഓടി വന്ന് പറയുന്നു, സഹോദരാ ധർമ്മപുത്രരെ, ധൃതരാഷ്ട്ര രാജാവിനെ വലിയച്ഛനെ കാണാനില്ല, കൂടെ ഗാന്ധാരിയെയും കാണാനില്ല, കൊട്ടാരത്തിൽ നമ്മുടെ അമ്മ കുന്തി ദേവിയെയും കാണാനില്ല. അപ്പൊ ധർമ്മപുത്രര് ചോദിച്ചു, വിതുരരുണ്ടോ? വിതുരരെയും കാണാനില്ല. അപ്പൊ 4 പേരും അങ്ങോട്ട് ബദ്രികാശ്രമം മോക്ഷപ്രാപ്തിയിലേക്ക് പോയി. അന്വേഷിക്കേണ്ട, ഈ ഒരു യാത്ര അറിയിക്കാതെ പോകണം. ഏത്? അവസാനത്തെ യാത്ര. അതിന് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട, ഒരു പോക്കാണ്. ഈ യാത്ര അതേപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ ഭൂമിയിലിരുന്ന് അപ്രത്യക്ഷമായി എന്ന് അർജുനൻ കരഞ്ഞു. ഭാഗവത്തിന്റെ പ്രഥമ സ്കന്ധത്തിലുണ്ട്. കൃഷ്ണ ഭഗവാൻ തിരിച്ചുപോയി എന്ന് അർജുനൻ അറിഞ്ഞ നിമിഷം യുധിഷ്ഠിര മഹാരാജ പരീക്ഷത്തിനെ വിളിച്ച് ചക്രവർത്തിയായി പട്ടാഭിഷേകം. കുഞ്ഞാണ്, ഒരു ബാലൻ. പരീക്ഷത്തിനെ വിളിച്ച്, അതും സ്വന്തം മകനല്ല, അർജുനന്റെ മകൻ, അർജുനന്റെ പേരക്കുട്ടി. പരീക്ഷത്തിനെ വിളിച്ച് ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്ത് മൗനിയായി. സഹോദരന്മാരെടുത്തോ പത്നിയെടുത്തോ ആരെടുത്തും പറഞ്ഞില്ല. വടക്ക് നോക്കി അങ്ങ് യാത്ര തിരിച്ചു. നോക്കിയപ്പോ സഹോദരൻ വടക്കോട്ട് പോകുന്നു. ഭീമനും എണീറ്റു, ഒന്നും മിണ്ടിയില്ല, നടക്കാൻ തുടങ്ങി. അവർക്കൊക്കെ മനസ്സിലായി എങ്ങോട്ടാ. അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി, കൂടെ ഒരു നായയും കൂടെ അങ്ങോട്ട് പോകും. ആരും ഒന്നും അതായത് ഈ ഒരു ത്യാഗത്തിന് പരസ്യമോ വിളംബരമോ ഒന്നും വേണ്ട അങ്ങോട്ട്. അതുപോലെയാ ലക്ഷ്മണന്റെ സേവനം. 14 വർഷം വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒന്നും അത്രയ്ക്കും ഒരു ത്യാഗം. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി പിന്നീട് ഇത് അറിയും. അപ്പൊ തിരിച്ച് അയോധ്യയിൽ നിന്ന് തിരിച്ചു വന്നു, പട്ടാഭിഷേകം നടന്നു. ശ്രീരാമചന്ദ്രമൂർത്തി രാമായണത്തിൽ പറയുന്നു, ഓരോ വ്യക്തികളെയും സദസ്സിൽ വിളിച്ച് പ്രശംസിച്ചു. ജനകന് നന്ദി പറഞ്ഞു, അത് കഴിഞ്ഞ് സുഗ്രീവന് നന്ദി പറഞ്ഞു, ജാംബവാൻ, നള, നീള, അംഗദ, അമ്മമാർക്ക് നന്ദി, മന്ത്രിക്ക്, ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് ആ നിറഞ്ഞ സദസ്സിൽ ശ്രീരാമചന്ദ്രമൂർത്തി മനസ്സ് നിറയെ അവരെ സ്തുതിച്ചു. അതായത് ഡിവോട്ടീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വലിയ ഒരു മംഗള സ്വഭാവം. രഘുനാഥ ദാസ ഗോസ്വാമി ആചാര്യന്മാർ പറയുന്നു, ഒരു ദിവസം 1000 ഡിവോട്ടീസിനെ ഗ്ലോറിഫൈ ചെയ്യും, 1000 പേരെ നമസ്കരിക്കും. നല്ല എക്സസൈസാണ്, കൊടവയറ് വരും, വലിയ വയറ് വരില്ല. രഘുനാഥ് ദാസ് ഗോസ്വാമി എത്ര പേർക്ക് എക്സസൈസ് ചെയ്യും? നമസ്കരിക്കും. 1000 പേരെ നമസ്കരിക്കും, 1000 ഡിവോട്ടീസിനെ സ്തുതിക്കും, ഗ്ലോറിഫൈ ചെയ്യും. അത് ഭക്തന്മാരെ കാണുമ്പോൾ നിറഞ്ഞ മനസ്സോട് 2 കൈയും ഉയർത്തി ഹരേ കൃഷ്ണ, ഹരി ബോൾ, ജയ് ജയ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ജന്മം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെല്ലാം പോകും. ഇനി ചിരിക്കാതെ ജയ് എന്ന് പറഞ്ഞാൽ ഒരു 500 ജന്മത്തിൻ്റെ എങ്കിലും പോകും. എന്തായാലും നമ്മൾ പാപവിമുക്തരാകും. സന്തോഷം.
നിറഞ്ഞ മനസ്സോട് ഭക്തരെ അപ്രീഷിയേറ്റ് ചെയ്യും. അതായത് ഇതിൽ ചെയ്യുന്ന ഓരോ ചടങ്ങിനും പ്രാധാന്യമുണ്ട്. ആ ശ്ലോകം ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്നു, എന്താണ്, നാനാശാസ്ത്ര വിചാരണൈക നിപുനൗ സദ്ധർമ്മ സംസ്ഥാപകൗ ലോകാനാം ഹിതകാരിണൗ ത്രിഭുവനേ മന്യൗ ശരണ്യകരു. വേറൊരു ലൈനാണ്. അതായത് അവർ ജപം, അവരുടെ കീർത്തനം, അവരുടെ പാട്ട് എല്ലാം അവർ എണ്ണി വെച്ചിരുന്നു. കറക്റ്റ്. സാഖ്യാപൂർവക നാമഗാന നട്ടഭീ. എത്ര കീർത്തനം പാടി അവർ കണക്ക് വെച്ചിരുന്നു. എത്ര നൃത്തം, എത്ര ചുവട് വെച്ച് നൃത്തം വെച്ചു കണക്ക് വെച്ചിരുന്നു. സംഖ്യ എണ്ണി വെച്ചിരുന്നു. സാഖ്യാപൂർവക നാമഗാന നട്ടഭീ. എത്ര ജപിച്ചു അതിനൊരു എണ്ണം ഉണ്ടായിരുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, ജപിക്കുക, എൻ്റെ മനസ്സിൽ എപ്പോഴും ജപം, ഞാൻ എണ്ണാറില്ലെന്ന്, എപ്പോഴും ജപം, അങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലർ. പക്ഷെ നമ്മുടെ ഗോസ്വാമിമാർ കാണിച്ചിട്ടുണ്ട്, ജപത്തിന് എണ്ണം വേണം. നാമ ഗാന, എത്ര കീർത്തനം ചെയ്തു അതിന് എണ്ണം വേണം. നട്ടഭിഹി, എത്ര ചുവട് വെച്ച് നൃത്തം വെച്ചു. കാരണം ഇതെല്ലാം സേവനമാണ് ഭഗവാൻ. അവർ എണ്ണി എണ്ണി വെച്ചിരുന്നു. എത്ര പേര് നമസ്കരിച്ചു, അതൊക്കെ അത് അവർക്കൊരു സാധനയാണ്. ദിവസം ഞാൻ ഇത്ര ഭക്തന്മാരെ നമസ്കരിച്ചു, ഇത്ര ഭക്തന്മാരെ കണ്ട് ചിരിച്ച് ഹരേ കൃഷ്ണ പറഞ്ഞു, ഇത്ര അരി ചോറ്, അതിന് മാത്രം നമുക്ക് എണ്ണം. ആ സ്പൂണിന്റെ സൈസ് നോക്കണം. നിങ്ങൾ മാരേജിലൊക്കെ പോയിട്ടുണ്ടാ? അവിടെ വിളമ്പുന്ന സദ്യ വിളമ്പുന്ന സ്പൂണിന്റെ സൈസ് കണ്ടിട്ടുണ്ടാ? എല്ലാ അച്ചാറ് പോലെ കുറച്ച് ഉണ്ടാകും. ഹരേ കൃഷ്ണയിൽ സ്പൂണിന്റെ സൈസ് കണ്ടിട്ടുണ്ടാ? ബക്കറ്റിന് പിടിവെച്ച പോലെ. സാഖ്യാപൂർവക നാമഗാന നഠഭി. ആചാര്യന്മാരെല്ലാത്തിനും ഒരു കണക്ക് വെച്ച്. അങ്ങനെ 14 കൊല്ലം ലക്ഷ്മണൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പിന്നീട് ശ്രീരാമചന്ദ്രമൂർത്തി അറിഞ്ഞു. അത് കഴിഞ്ഞ് അയോധ്യ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ വലിയ ഒരു സൗഭാഗ്യമാണ്, ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അടുത്തത് നന്ദി പറയേണ്ടത് അടുത്ത ഊഴം എൻ്റെ പ്രാണനേക്കാളും ഞാൻ അധികം സ്നേഹിക്കുന്ന ലക്ഷ്മണനും ലക്ഷ്മണന്റെ പത്നിയായ ആരാണ്? ഊർമിളയ്ക്കുമാണ്. കാരണം ഊർമിള എങ്ങുമേ പ്രത്യക്ഷമായില്ല, പക്ഷെ എല്ലാം ചെയ്യേണ്ട സേവനം കൃത്യമായി നിർവഹിച്ചു. ലക്ഷ്മണനെ കുറിച്ച് പറയണമെങ്കിൽ ഈ 14 വർഷം ലക്ഷ്മണൻ ഒരു പോള പോലും കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒരു ധാന്യം പോലും കഴിച്ചു. ഇത് പറഞ്ഞപ്പോ വാനരന്മാരുടെ ഇടയ്ക്ക് ചർച്ച. നമ്മുടെ കൂടെയല്ലേ ഇരുന്ന് കഴിച്ചത്, പ്ലേറ്റും എടുത്തിട്ട് അടുത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഒരു സംശയം, അവരറിഞ്ഞില്ല ഈ ത്യാഗം ചെയ്തത്. ഇവരെല്ലാം യുദ്ധത്തിന് പോയ വാനരന്മാർ കൂടെ പോയത് അറിഞ്ഞില്ല, പരസ്യമില്ലായിരുന്നു ആ സേവനത്തിന്. അവരാലോചിക്കാം, പ്ലേറ്റ് എടുത്ത് നമ്മുടെ കൂടെ ഇരുന്നല്ലോ, കഴിച്ചല്ലോ. അപ്പൊ ഈ ചർച്ച കണ്ട ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് മനസ്സിലാക്കിക്കൊണ്ട് വനദേവതയെ ക്ഷണിച്ചു. വനദേവത അവിടെ പ്രത്യക്ഷമായി ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു, മഹാത്മാവായ ലക്ഷ്മണൻ 14 വർഷവും വെള്ളവും ഇതൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണോ? ഉടനെ വനദേവത പറഞ്ഞു, അതേ സത്യമാണ്. എന്താ ചെയ്യാ? എല്ലാവർക്കും ഭക്ഷണം ഇതുമ്പോൾ അപ്പൊ പോയി അവിടെ പരസ്യമായി ലക്ഷ്മണൻ അഭിനയിച്ചില്ല. അവരെ കൂട്ടത്തിൽ ഇരുന്ന് എന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. നല്ല ഒരു സ്വഭാവമാണ്. നമ്മളെന്ത് ചെയ്യും? ചാതുർമാസി അറിഞ്ഞൂടെ, ഞാൻ പുല്ലും വയ്ക്കോലും ഒന്നും കഴിക്കാറില്ല. നീ കഴിക്കണം, ഫാളൻസ് കഴിക്കുന്നില്ല, മിണ്ടാതിരുന്നാ പോരെ. അവിടെ ചെന്ന് 10 പേരെ വേദനിപ്പിക്കുക. എന്താണ്? ഞാൻ കഴിക്കുന്നില്ല, നാശം, അവൻ മാത്രം കഴിക്കുന്നു. അത് യഥാർത്ഥ ത്യാഗമല്ല, അതൊരു കടുംപിടുത്തമാണ്, ഒരു വെറുപ്പാണ്. പക്ഷെ ലക്ഷ്മണൻ അതായത് ഭക്തിതീർത്ഥ സ്വാമികൾ പ്രഭുപാദരുടെ ഒരു പ്രധാന ശിഷ്യൻ പറഞ്ഞത്, നമ്മളടുത്ത് എത്ര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കോ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കാം, മറ്റുള്ളവരെടുത്ത് എത്ര ലീനിയൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ഇത് നേരെ തിരിച്ച.
നമ്മളടുത്ത് ഭയങ്കര ലീനിയൻറ്റും, മറ്റുള്ളവരെടുത്ത് ഞാൻ ചെയ്ത പാപങ്ങളെ ഒരിക്കലും ക്ഷമിക്കരുത്, അന്യർ ചെയ്ത പാപങ്ങളെ തെറ്റായി പോലും കാണരുത്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ക്ഷമിക്കാൻ പാടില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് വിട്ടുകൊടുക്കണം. അപ്പൊ ലക്ഷ്മണൻ ചെയ്ത ത്യാഗം ആരും അറിഞ്ഞില്ല. ശ്രീരാമചന്ദ്രമൂർത്തി വനദേവതയെ വിളിച്ചു. വനദേവത പറഞ്ഞു, 14 വർഷത്തിൽ ഓരോ ദിവസവും അദ്ദേഹത്തിന് അന്നം കിട്ടുമ്പോൾ അവിടെ അടുത്തുള്ള മരപ്പൊന്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ ലക്ഷ്മണൻ ഇടും. ഏതെങ്കിലും പക്ഷികളോ മൃഗങ്ങളോ ഇഴജന്തുക്കളോ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ആരും ശ്രദ്ധിക്കാതെ കൊണ്ടുവന്നിടും. 2-3 ദിവസം മാത്രമാണ് ഇടാത്തത്. ഉടനെ എന്നാ 2 ദിവസം കഴിച്ചല്ലേ അവർ ചോദിച്ചു. അപ്പൊ വനദേവത പറഞ്ഞു, അല്ല, ആ 2-3 ദിവസം അന്ന് ഭക്ഷണം ഇല്ലായിരുന്നു. ഒരു ദിവസം ദശരഥ ചക്രവർത്തിയുടെ മരണം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ, അന്ന് ഭക്ഷണമില്ല. അപ്പോഴാണ് വാനരന്മാര് പോലും പറയുന്നത് ലക്ഷ്മണൻ ചെയ്ത സേവനം ആ ആത്മാവിൻ്റെ ജന്മ അവകാശമാണ്. അത് ആരെയും പ്രീതിപ്പെടുത്താനല്ല, നമ്മൾ അന്വേഷിച്ച് ചോദിച്ച് ചെയ്യണം സേവനം. എനിക്കെന്ത് സേവനം ഈ ഒരു ഉത്സവത്തിൽ? കാരണം ഭഗവാന്റെ രാജസൂയ യാഗം, യുധിഷ്ഠിരന്റെ രാജസൂയ യാഗം നടന്ന വേദിയിൽ ഭഗവാൻ വന്നു ചോദിച്ചു, എനിക്കിവിടെ എന്ത് സേവനമാ ചെയ്യാനുള്ളത്? സേവനങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് ചെയ്യാം. അന്നൊരു ഉത്സവത്തിന്, ഒരു ചടങ്ങിന് നമുക്ക് പോയി ഭഗവാന് ഒരു പൂവോ ഒരു പഴമോ ഒരു മാലയോ ഒരു മുറ്റമോ നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പൂർണ്ണതയല്ല. ഭഗവാൻ ലക്ഷ്മണനെ സ്തുതിച്ചു, അത് കഴിഞ്ഞിട്ട് ഊർമിളയെ സ്തുതിച്ചു. ഊർമിളയെ സ്തുതിച്ചപ്പോൾ ഊർമിളയ്ക്ക് നിന്ന് ഉരുകാണ്. ഇത്രയും മഹത് വ്യക്തികൾ ഉള്ള സദസ്സിൽ ശ്രീരാമചന്ദ്രമൂർത്തി എൻ്റെ പേരെടുത്ത് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ അത് സത്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അസ്വസ്ഥതയായി. ഇപ്പൊ നമ്മളാരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാനല്ല, എല്ലാം ഭഗവാന്റെ ബ്ലെസ്സിങ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മളതെല്ലാം സ്വീകരിക്കും. ഊർമിളയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തി ഇത് നിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചു. ഭഗവാൻ ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് ഊർമിള വേണ്ടത്? ഊർമിള പറഞ്ഞു, ഇന്നുപോലെ എന്നും ഞാൻ ഭഗവാനെ സേവിക്കണം, പക്ഷെ ഞാനാണ് ചെയ്തതെന്ന് ആരും അറിയാൻ പാടില്ല. ഞാൻ അദൃശ്യമായിരിക്കണം, എന്നെ ആരും തിരിച്ചറിയാൻ പാടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു കീർത്തിയോ ഒന്നും വേണ്ട, പക്ഷെ സേവനം എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഭഗവാൻ ഊർമിളയെ അനുഗ്രഹിച്ചു, ഞാൻ എവിടെയെല്ലാം ഉണ്ടോ നീ അവിടെ ധൂപമായിരിക്കും. ആ ധൂപമില്ലേ, ഇൻസെൻസ്, നമ്മൾ ചന്ദൻ തിരിയെ കത്തിച്ച് വെക്കില്ലേ, നല്ല സുഗന്ധം, നല്ല മണം. പക്ഷെ ആ ധൂപത്തിന് രൂപമുണ്ടോ? ഇല്ല. എന്നാൽ ആ മണം ആ പ്രദേശം മുഴുവനും നിറഞ്ഞു നിൽക്കും. അങ്ങനെ ഭഗവാൻ ആരെ അനുഗ്രഹിച്ചു? ഊർമിളയെ. ഞാനുള്ള സ്ഥലത്തെല്ലാം നീ എങ്ങനെയായിരിക്കും? ധൂപമായി. അതാണ് സേവന മനോഭാവം. ഹരേ കൃഷ്ണ.